വളരെ ആത്മീയമായ ജ്ഞാനമുള്ളൊരു കാലഘട്ടമാണിത്. കാരണം ഒത്തിരി പേര് ബൈബിൾ വായിക്കുന്നു, ധ്യാനങ്ങൾ കൂടുന്നു, അഭിഷേകം, വചന പ്രഘോഷണം, പരിശുദ്ധാത്മാവിൻ്റെ നിറവ്, ദർശന വരങ്ങൾ, അങ്ങനെ ആത്മീയമായിട്ട് കുറേയേറെ മനുഷ്യർക്ക് നല്ല അറിവും പക്വതയുമുണ്ട്. ആ കാലഘട്ടത്തിൽ പോലും ഈ പുണ്യവാന്മാരുടെ പിറകെ അന്തോണീസ് പുണ്യാളിൻ്റെയോ ഗീവർഗീസിൻ്റെയോ സെബസ്ത്യാനോസിൻ്റെയോ റീത്ത പുണ്യയുടെ ഒക്കെ രൂപം അലങ്കരിച്ചുകൊണ്ട് ഇങ്ങനെ കത്തോലിക്കർ നടക്കുന്ന കാണുമ്പോൾ ബൈബിളിന് പ്രാധാന്യം കൊടുക്കുന്ന, ദൈവത്തെ, ദൈവാനുഭവത്തിനും പരിശുദ്ധാത്മാവിൻ്റെ നിറവിനൊക്കെ പ്രാധാന്യം കൊടുക്കുന്ന ബൈബിൾ അധിഷ്ഠിത ക്രൈസ്തവ സമൂഹങ്ങൾ ഇതര സമുദായങ്ങളിലുള്ളവർ അല്പം പുച്ഛഭാവത്തിൽ പറയും, ഈ പഴയ ദുരാചാരം പോലെ കർത്താവിനേക്കാൾ പ്രാധാന്യം പുണ്യവാന്. പ്രധാന രൂപക്കൂടിൽ പുണ്യവാനിരിക്കും, അതിൻ്റെ അപ്പുറം രൂപക്കൂട്ടിൽ മാതാവോ ഉണ്ണീശോയോ രൂപങ്ങളൊക്കെ ഇരിക്കും. പ്രാധാന്യം മുഴുവൻ പുണ്യവാൻ. അങ്ങനെ ആ രൂപം അലങ്കരിച്ച് അതാണ് മഹത്തായ രീതിയിൽ അവതരിപ്പിക്കും. ഇത് കണ്ടു കഴിയുമ്പോൾ ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള ചരിത്രം അറിഞ്ഞില്ലെങ്കിൽ ഈ ആരാധനാ ശൈലിയോട് ചിലർക്കെങ്കിലും ഒരു പുച്ഛഭാവം ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ വിശുദ്ധരെ നാം ഇത്രയേറെ വണങ്ങുന്നതിൻ്റെ പുറകിലുള്ള ചരിത്രപരമായ ആത്മീയ യാഥാർത്ഥ്യം നമ്മൾ അറിഞ്ഞിരിക്കുന്ന നല്ലതാണ്. അപ്പോൾ നമുക്ക് നാം ചെയ്യുന്ന കാര്യങ്ങളുടെ അർത്ഥമറിഞ്ഞ് ചെയ്യാനായിട്ട് പറ്റും. നമുക്കറിയാം, നമ്മെ നിയന്ത്രിക്കുന്നതും നയിക്കുന്നതും പരിശുദ്ധാത്മാവാണ്, ബൈബിളാണ്. ബൈബിളാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. സത്യം അത് തന്നെയാണ്. എന്നാൽ ഇന്ന് നമ്മുടെ പള്ളിയിൽ മനോഹരമായ പ്രിന്റ് ചെയ്യപ്പെട്ടൊരു ബൈബിളുണ്ട്. വളരെ കുറച്ച് സ്ഥലം ഇതെടുക്കുള്ളൂ, ഇത്ര നല്ല മനോഹരമായ ബൈബിളാണ്. ഈ ബൈബിൾ ഈ രൂപത്തിൽ വരുന്നത് 1440 നമ്മുടെ ജർമ്മനിയിലെ ഗുട്ടൻബർഗ്, ജോൺ ഗുട്ടൻബർഗ്, അദ്ദേഹം പ്രിന്റിംഗ് മെഷീൻ കണ്ടുപിടിച്ച പിന്നെയാണ്. ഈ പ്രിന്റിംഗ് മെഷീൻ വരുന്നതിന് മുമ്പ് 1440 കൊല്ലക്കാലം ആലോചിച്ച് നോക്കൂ. എന്നുവെച്ചാൽ 500 കൊല്ലം ആയിട്ടില്ല. 1440 കൊല്ലക്കാലം ബൈബിളിന്റെ അവസ്ഥ എന്തായിരുന്നു? എങ്ങനെയാണെന്നറിയാമോ? ബൈബിൾ എന്ന് പറഞ്ഞാൽ തുകൽ ചുരുളുകളിൽ എഴുതപ്പെട്ടിരുന്നു കൈകൊണ്ട്. പാപ്പിറസ് ചുരുളുകളിൽ എഴുതപ്പെട്ടിരുന്നു കൈകൊണ്ട് മഷിക്കെഴുതി. എന്ന് പറഞ്ഞാൽ പല പള്ളികളിലും ബൈബിൾ ഇല്ലായിരുന്നു. പണമുള്ള ചില കത്തീഡ്രലുകളിൽ, വളരെ പ്രാധാന്യമുള്ള പള്ളികളിൽ മാത്രം ബൈബിളിന്റെ ചുരുളുകൾ കാണുമായിരുന്നു. 1500 കൊല്ലത്തെ അവസ്ഥയത്. ചില ബസിലിക്കകളിൽ മത്തായിയുടെ ഒരു സുവിശേഷത്തിന്റെ ചുരുള് കാണും, അത് മാത്രമേ ഉണ്ടാവുള്ളൂ. 73 പുസ്തകങ്ങൾ ഉണ്ടാവുകയല്ല. ചില സ്ഥലങ്ങളിൽ പുതിയ നിയമത്തിന്റെ ചുരുളുകൾ കാണും. ഒരു ചുരുള് വയ്ക്കണമെങ്കിൽ തന്നെ കുറേ സ്ഥലം, വലിയ കുട്ട, അങ്ങനെയാ ബൈബിള്. അപ്പോൾ 73 പുസ്തകങ്ങളുള്ള അപൂർവം ബസിലിക്കകളോ കത്തീഡ്രലുകളെ ലോകത്തുണ്ടായിരുന്നു. മനുഷ്യർക്ക് വായിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. ബൈബിൾ നമുക്ക് വായിക്കാൻ പ്രാപ്യമായ ഒന്നല്ലായിരുന്നു. അതുകൊണ്ടാണ് ചില ബസിലിക്കകളിൽ, പഴയ കത്തീഡ്രലുകളിൽ ബൈബിൾ ചങ്ങലക്കിട്ട് വെച്ചിട്ടുണ്ട്. അന്ന് വെക്കുമായിരുന്നു, കാരണം കള്ളന്മാര് മോഷ്ടിക്കാതിരിക്കാൻ. ഈ തുകലിന്റെ ചുരുളിൽ ഇത് എഴുതി ഇങ്ങനെ വെച്ചിരിക്കുന്നത് പലതായിട്ട്. അപ്പോ ചിലര് കത്തോലിക്ക സഭയെ അവഹേളിച്ചുകൊണ്ട് പറയും ബൈബിളൊക്കെ ചങ്ങലക്കിട്ട് വെച്ചിരിക്കുകയായിരുന്നു, സാധാരണക്കാർക്ക് വായിക്കാൻ പറ്റില്ലായിരുന്നു, സാധാരണക്കാരെ കൊണ്ട് വായിപ്പിക്കില്ലായിരുന്നു. സത്യത്തിൽ സഭയുടെ ചരിത്രം എന്താണ്? ബൈബിൾ പ്രിന്റ് ചെയ്യപ്പെടുന്നതിന് മുമ്പ് ഈ തോൽ ചുരുളുകള് വളരെ സുരക്ഷിതമായി സൂക്ഷിച്ച ഒരു ചരിത്രമാണ് കത്തോലിക്ക സഭയ്ക്കുണ്ടായിരുന്നത്. അന്ന് ബൈബിൾ വായിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അന്ന് എങ്ങനെയാണ് വിശ്വാസം പിടിച്ചു നിന്നത്? കത്തോലിക്ക സഭയിൽ 1500 കൊല്ലക്കാലം വിശ്വാസം പിടിച്ചു നിന്നത് അത്ഭുതങ്ങൾ ചെയ്യുന്ന പുണ്യവാന്മാരിലൂടെയാണ്. ഇന്നത്തെ ധ്യാന ഗുരുക്കന്മാരെക്കാൾ അത്ഭുതങ്ങൾ ചെയ്യുന്ന പുണ്യവാന്മാര്. അവർ സുവിശേഷം പ്രസംഗിച്ചു
പറയുന്നത് സത്യമാണെന്ന് കാണിക്കാൻ മരിച്ചവരെ ഉയർപ്പിച്ചു. നമ്മുടെ ഫ്രാൻസിസ് സേവ്യർ കേരളത്തിൽ വന്ന് മരിച്ച ആൾ ഉയർപ്പിച്ചിട്ടുണ്ട്. അത്ഭുതങ്ങൾ ചെയ്തു. അവരാ ശക്തി ലോകത്തോട് വിളിച്ചു പറയും. നസ്രായനായ യേശുവിന്റെ നാമത്തിൽ അവർ അത്ഭുതങ്ങൾ ചെയ്തു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ രൂപങ്ങൾ പള്ളികളിൽ നിറഞ്ഞു. അത് വെറും മരം കൊണ്ടുണ്ടാക്കിയ രൂപങ്ങളായിരിക്കാം, മണ്ണുകൊണ്ടുണ്ടാക്കിയ സംസാരിക്കാൻ കഴിവില്ലാത്ത രൂപങ്ങളാണ് പല പള്ളികളിലും വന്നു അവരുടെ രൂപങ്ങൾ. പക്ഷെ ആ രൂപത്തിന്റെ അടുക്കൽ പ്രാർത്ഥിച്ചവർക്കല്ല അത്ഭുതങ്ങൾ കിട്ടി, സൗഖ്യം കിട്ടി. അങ്ങനെ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ ഈ മരത്തിന്റെ പീസിലൂടെ, ഈ മണ്ണിന്റെ രൂപങ്ങളിലൂടെ അത്ഭുതങ്ങൾ നടന്നു. അങ്ങനെ വന്നപ്പോൾ ധ്യാന ഗുരുക്കന്മാരെക്കാൾ, ഇന്നത്തെ ധ്യാന കേന്ദ്രങ്ങളെക്കാൾ ശക്തമായ രീതിയിൽ 10,000-കണക്കിന് ക്രൈസ്തവരെ, അക്രൈസ്തവരെ, നാനാജാതി മതസ്ഥരെ അവർ സംരക്ഷിച്ചു നിർത്തി. അവരെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ ശക്തി എന്നത് പുണ്യവാന്മാരിലൂടെ പ്രകടമായി. അങ്ങനെ പറയുമ്പോൾ നാം ഏറ്റു പറയേണ്ട ഒരു സത്യം ഇതാണ്: 1500 കൊല്ലക്കാലം ബൈബിളിന്റെ മാംസത്തിലും രക്തത്തിലും എഴുതപ്പെട്ട വ്യാഖ്യാനങ്ങളായി വിശുദ്ധർ മാറി. ഇതാ നാം മറക്കരുതാത്തത്. ബൈബിളിന്റെ മാംസത്തിലും രക്തത്തിലും എഴുതപ്പെട്ട വ്യാഖ്യാനങ്ങളാണ് പുണ്യവാന്മാർ. അവർ അവരുടെ പ്രസംഗത്തിലൂടെ, ജീവിതത്തിലൂടെ ബൈബിൾ പ്രസംഗിച്ചു. ഇന്ന് സുവിശേഷ പ്രസംഗം പറയാൻ എളുപ്പമാണ്, നമുക്ക് എല്ലാവർക്കും എളുപ്പമാണ്. റെഫറൻസ് നോക്കി വായിച്ചു പഠിച്ച നല്ലൊരു പ്രസംഗം പറയാം. പക്ഷെ ജീവിക്കുക ബുദ്ധിമുട്ടാണ്. നമ്മളും പുണ്യവാന്മാരും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമുക്ക് ബൈബിൾ അറിയാം, പക്ഷെ പുണ്യവാന്മാർക്ക് ബൈബിൾ ജീവിക്കാൻ അറിയാം. അവരത് ജീവിച്ച് കാണിച്ചു കൊടുത്തു. അങ്ങനെ ദൈവത്തിന്റെ ശക്തി അവരിലൂടെ വന്നു. അപ്പോൾ ഈശോ പറയുന്ന ഒരു വാക്യമുണ്ട് യോഹന്നാന്റെ സുവിശേഷത്തില് 17-ാം അധ്യായം 22-ാമത്തെ വാക്യം ഇങ്ങനെ പറയും: പിതാവേ, അങ്ങ് എനിക്ക് നൽകിയ മഹത്വം ഞാൻ അവർക്ക് നൽകി. അങ്ങ് എനിക്കൊരു മഹത്വം നൽകി, പക്ഷെ ആ മഹത്വം ഞാൻ ഇത് അവർക്ക് കൊടുത്തിരിക്കുന്നു. അതിന്റെ ഒരു ഉദാഹരണം മാത്രമാണ് അൽഫോൻസാമയുടെ ജീവിതം. ഈ അൽഫോൻസാമ ഇന്ന് ലോകം മുഴുവൻ വണങ്ങപ്പെടുന്നുണ്ട്. അവരുടെ അസ്ഥിയുടെ ഒരംശം നാം തിരുശേഷിപ്പായിട്ട് സൂക്ഷിക്കുന്നുണ്ട്. സത്യത്തിൽ അൽഫോൻസാമയുടെ ശരിക്കുള്ള അവസ്ഥ എന്തായിരുന്നു? അവരുടെ മരണത്തിന് മുമ്പ് അവർ ഒരു ശപിക്കപ്പെട്ട കന്യാസ്ത്രീയായി കൂടെയുള്ളവർ കരുതിയിരുന്നു. അവർക്ക് നിത്യവ്രതം കൊടുക്കാൻ താല്പര്യമില്ലായിരുന്നു. അവർക്ക് ദൈവവിളിയില്ല എന്ന് പറഞ്ഞു. ആ കന്യാസ്ത്രീ രോഗിണിയായിട്ട് കട്ടിലിൽ കിടന്ന് ദുരിതം അനുഭവിക്കുന്ന കാലത്ത് ദൈവം ശപിച്ചവളായിട്ട് കണക്കാക്കപ്പെട്ടു. അവരെ കള്ളൻ വന്ന് പേടിപ്പിച്ചു. മാനസിക രോഗിയെ ഭ്രാന്തിയായി കണക്കാക്കി. അങ്ങനെ ആ കട്ടിലിൽ കിടന്ന് അവർ മരിച്ചു കഴിഞ്ഞപ്പോൾ സഭയുടെ ചരിത്രത്തിൽ ഒരു ദുരന്തമാണ്. ഒരു കന്യാസ്ത്രീ മരിച്ചിട്ട് അതിന്റെ ശവം കൊണ്ടുപോവാൻ, പള്ളിയിലേക്ക് കൊണ്ടുപോകാൻ അവിടെ നാട്ടുകാർ വരാത്തത് കൊണ്ട് ആ മഠത്തിലെ കന്യാസ്ത്രീകള് ശവം ചുമന്നു. അവരാ ശവം ചുമക്കാൻ കാരണം കന്യാസ്ത്രീയുടെ സ്നേഹം കൊണ്ടല്ല, ആളുണ്ടായില്ല. മഠത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന കുറെ വേലക്കാര് സ്ത്രീകൾ കുരിശ് തിരിക്കാല് പിടിച്ച് പള്ളിയിലേക്ക് ഒരു യാത്ര. അങ്ങനെ കുറച്ചു പേര് മാത്രം പങ്കെടുത്തൊരു ശവസംസ്കാരം. എന്താ രോഗമെന്നറിയാം, ക്ഷയരോഗം എന്തോ ആയിരുന്നോട്ടെ. ആ ശരീരം അവജ്ഞയോടെ കണ്ടവര് അവരെ കൊണ്ടുവന്ന് കുഴിയിലിട്ട് മൂടുകയും ചെയ്തു. അപ്പോഴാ ദൈവം പ്രവർത്തിച്ചത്. അവരൊന്നുമല്ലായിരുന്നു ആ നാട്ടില്. അപ്പ കുഴിമാടത്തിൽ കിടന്ന് മണ്ണിൽ ആ ശരീരം ചെന്നു കഴിഞ്ഞപ്പോൾ അവിടെ കൊച്ചു കുട്ടികൾ പ്രാർത്ഥിക്കാൻ വന്നു. അവർക്ക് അത്ഭുതങ്ങളുണ്ട്, പരീക്ഷയിൽ ജയിക്കണം, അവരുടെ കാര്യങ്ങൾ. അങ്ങനെ ആ കൊച്ചു കുട്ടികളിലൂടെ ദൈവം പ്രവർത്തിച്ചു. അവരുടെ പ്രശസ്തി അങ്ങ് ഉയർന്നു. ഇന്ന് ആ മൃതശരീരത്തിന് ഒരു അംശം കിട്ടാൻ അർലിക്കയിൽ വെച്ച് വന്നിക്കാൻ ജനം തിക്ക് കൂട്ടുകയാണ്. ആ രോഗിണിയുടെ പായ കിട്ടാൻ, അളി കിട്ടാൻ, മുടി കിട്ടാൻ, ഡ്രസ്സ് കിട്ടാൻ ആളുകൾ ഓടി നടക്കുകയാണ്. അത്രയ്ക്ക് അത് മഹത്വപ്പെട്ടു. കാരണം എന്താണ്? ദൈവം അവരെ അങ്ങ് ഉയർത്തി. അവർ ദൈവത്തിന് വേണ്ടി സഹിച്ച ത്യാഗം എന്ത്, കഷ്ടപ്പാടെന്ത്, അവരുടെ വിശ്വാസത്തിന്റെ തീഷ്ണത എന്തെന്ന് നമ്മെ ബോധ്യപ്പെടുത്താൻ അൾത്താരയിൽ അവരെ അങ്ങ് ഉയർത്തി വെച്ചു ദൈവം. ലോകം അവരെ താഴ്ത്തിയിട്ടു, പക്ഷെ ദൈവം അവരെ ഉയർത്തി. കർത്താവ് അവർക്ക് മഹത്വം കൊടുത്തു. അതുകൊണ്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട സത്യം, ചിലപ്പോൾ
ദൈവത്തോട് നേരിട്ട് പ്രാർത്ഥിച്ചാൽ നമുക്ക് കിട്ടാത്ത അത്ഭുതം പോലും പുണ്യവാന്മാരോട് പ്രാർത്ഥിച്ച ദൈവം സാധിച്ചു കൊടുക്കും. കാരണം എന്താ? അവരെന്തുമാത്രം സഹിച്ചിട്ടാണ് ആ സ്ഥാനത്ത് വന്നതെന്ന് അറിയുന്നൊരു ദൈവം അവരെ ബഹുമാനിക്കും. അവര് പറഞ്ഞാൽ ദൈവം നിഷേധിക്കില്ല. അവര് പ്രാർത്ഥിച്ചാൽ ദൈവത്തിന് തടസ്സം പറയാൻ പറ്റില്ല. അതങ്ങ് സാധിച്ചു കൊടുക്കും. നമ്മോടും ദൈവം പറയുന്നുണ്ട്, പലരും നമ്മളിൽ വിധവകളാണ്, ഭർത്താവിന്റെ പീഡനം അനുഭവിക്കുന്നവരാണ്, മദ്യപാനിയായ ഭർത്താക്കന്മാരെ സഹിക്കുന്നവരാണ്, കുടുംബ പ്രശ്നങ്ങളുള്ളവരാണ്. അങ്ങനെയുള്ളവർക്കും ആൾത്താരയിൽ ഉയർന്നു വരാം. പ്രസവിച്ചവർക്കും കന്യാസ്ത്രീയാവാം, സമർപ്പിതയായി ജീവിക്കാം, ദൈവത്തിന് വേണ്ടി ജീവിക്കാം എന്ന് കാണിച്ചു കൊടുത്ത് ആ ജീവിതം കണ്ടു പഠിക്കുക എന്ന് പറയാൻ അത്ഭുതം ചെയ്തുകൊണ്ട് ദൈവമാണ് അത്ഭുതം ചെയ്യുന്നത്. പുണ്യവാന്മാരെ അത്ഭുതം ചെയ്യുകയില്ല, ദൈവമാണ് അത്ഭുതം ചെയ്യുന്നത്. പക്ഷെ അവരുടെ മുമ്പിൽ മുട്ടുകുത്തിക്കോളാൻ ദൈവം നമ്മോട് പറയുന്നു. അവരോട് ചോദിച്ചാൽ ദൈവത്തിന് നിഷേധിക്കാൻ പറ്റും. ചിലപ്പോൾ ദൈവത്തോട് ചോദിക്കുന്ന കാര്യം ദൈവം കുറച്ച് നിഷേധിച്ചെന്ന് വരും. പക്ഷെ അവരോടൊരു കാര്യം പറഞ്ഞാൽ അവര് പ്രാർത്ഥിച്ചാൽ ദൈവം നിഷേധിക്കില്ല. കാരണം ദൈവത്തിന് വേണ്ടി അവർ ചെയ്ത ത്യാഗവും വേദനയും സഹിച്ച കണ്ണീരും ദൈവത്തിന് നന്നായിട്ട് അറിയാം. ദൈവം അത് മറക്കില്ല. അതുകൊണ്ടാണ് പുണ്യവാന്മാരോട് പ്രാർത്ഥിക്കാൻ നാം നിൽക്കുന്നത്. നമ്മുടെ സഭയുടെ വലിയൊരു ശക്തിയാണത്. പുണ്യവാന്മാരെ പറയുന്ന നടക്കാൻ കാരണം അവര് പടുത്തുയർത്തിയതാ തിരുസഭ, ഇന്നത്തെ നമ്മുടെ സഭ. സ്നേഹമുള്ളവരെ, നാം പ്രദക്ഷിണത്തിൽ ഇറങ്ങുമ്പോൾ, പ്രദക്ഷിണം നടക്കുമ്പോൾ എല്ലാവരും താല്പര്യമില്ല. രൂപം ഇങ്ങനെ അലങ്കരിക്കും, മണ്ണിന്റെ രൂപമായിരിക്കും, അത് അലങ്കരിച്ച് തിരിയൊക്കെ പിടിക്കും. പ്രദക്ഷിണത്തിന് മനോഹരമായി ആ രൂപം അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇങ്ങനെ നിൽക്കും. പക്ഷെ സത്യത്തിൽ ആ രൂപത്തെക്കാളും പ്രിയപ്പെട്ട ഒന്നാണ് അതിന്റെ പുറകിൽ മേക്കട്ടിയിൽ വൈദികർ മാത്രം പിടിക്കുന്നുണ്ട്, തിരുശേഷിപ്പ്. എന്താണ് തിരുശേഷിപ്പ്? ആ പ്രദക്ഷിണത്തിന്റെ ഏതൊരു പള്ളിയിലെ പ്രദക്ഷിണമായാലും അതിലേറ്റവും പ്രധാന ഭക്തി കേന്ദ്രം എന്ന് പറഞ്ഞാൽ തിരുശേഷിപ്പാണ്. അതുകൊണ്ടാണ് വൈദികർ മാത്രം സംവഹിക്കുന്നത്. തിരിക്കാലും ധൂപക്കുറ്റിയും അതിന്റെ പുറകെ നിൽക്കുക. കാര്യം നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ രൂപക്കൂട്ടിയിൽ നിന്ന് രൂപത്തോടാണ് താല്പര്യം. ശരിയാണ്, ബഹുമാനിക്കണം, പുണ്യവാന്റെ രൂപമാണ്, പുണ്യതയുടെ രൂപമാണ്. പക്ഷേ അതിന്റെ പുറകിൽ വൈദികർ സംവഹിക്കുന്ന ഒന്നാണ് പ്രധാന കേന്ദ്രം പ്രദക്ഷിണത്തിന്റെ. അത് അവഗണിച്ച് കാണും ചിലർ. എന്താണ് അതിന്റെ പ്രത്യേകത? നാം ബൈബിളിൽ കാണുന്നുണ്ട്, ഈശോ കടന്നു പോകുന്ന വഴിയിൽ അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പെങ്കിലും സ്പർശിക്കപ്പെടാൻ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 36-ാമത്തെ വാക്യത്തിൽ അതുണ്ട്. അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പിൽ ഒന്ന് തൊടാൻ വേണ്ടി രോഗികളെ കൊണ്ടുവന്ന് വഴിക്കെടുത്തുമായിരുന്നു. നാം കാണുന്നുണ്ട്, രക്തസ്രാവക്കാരി സ്ത്രീ അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പിൽ തൊട്ട്, ആ വസ്ത്രത്തുമ്മ തൊട്ടാ മതി, സൗഖ്യം കിട്ടുകയാണ്. നടപടി പുസ്തകത്തില് 5-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുകയാണ്, പത്രോസ് ലിഹ കടന്നു പോകുമ്പോൾ അവന്റെ നിഴലെങ്കിലും തങ്ങളുടെ മേലടിക്കാൻ വേണ്ടിയിട്ട്, അവന്റെ നിഴല് കിട്ടാൻ രോഗികളെ കൊണ്ടുവന്ന് വഴിയരികിൽ കിടത്തുമായിരുന്നു. കിടപ്പ് രോഗികള് പായും മെത്തയും കട്ടിലുമായിട്ട് രോഗികളെ കൊണ്ടുവന്ന് കിടത്തും. അവൻ കടന്നു പോകുമ്പോൾ അവന്റെ നിഴല് കിട്ടിയാൽ മതി, അവരൊക്കെ സുഖം പ്രാപിക്കുകയായിരുന്നു. നടപടി പുസ്തകത്തിൽ 19-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ ഇങ്ങനൊരു കാര്യം പറയുന്നുണ്ട്. വിശുദ്ധ പൗലോസ്ലീഹ ഉപയോഗിച്ച കർച്ചീഫ്, തൂവാല, അദ്ദേഹത്തിന്റെ വസ്ത്രത്തിന്റെ ഒരംശം, അത് കിട്ടാൻ വേണ്ടി ആളുകൾ നടന്നു. അത് കൊണ്ടുപോയി ചിലര് കർച്ചീഫ് മേടിച്ചു, ടവല് മേടിച്ചു, എന്നിട്ട് കൊണ്ടുപോയി രോഗികളെ സ്പർശിച്ചു. അവരൊക്കെ സുഖപ്പെട്ടു. കാരണം വിശുദ്ധരുടെ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട ഏതൊരു വസ്തുവും അത്ഭുതം പ്രവർത്തിക്കും. അത് ബൈബിളിലുള്ളതാണ്, സ്ലീഹന്മാര് ചെയ്തതാണ്, കർത്താവ് ചെയ്തതാണ്. അതുകൊണ്ടാണ് ഈ വിശുദ്ധരുടെ തിരുശേഷിപ്പിന് ഇത്രയും പ്രാധാന്യം. നമുക്ക് കാഷിയയിൽ നിന്നുള്ള വിശുദ്ധ റീത്ത പുണ്യയുടെ തിരുശേഷിപ്പുണ്ട്, അത് മുത്തിക്കുന്നുണ്ട്, നാം പ്രാർത്ഥിക്കുന്നുണ്ട്. നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ ദൈവത്തിന്റെ വലിയ ശക്തിയുടെ ഉപകരണമാണ് തിരുശേഷിപ്പ്. അതുകൊണ്ടാണ് അത് മേക്കട്ടിയിൽ വൈദികർ മാത്രം സംവഹിക്കുന്നത്. പ്രദക്ഷിണത്തിന്റെ പ്രധാന കേന്ദ്രമായിട്ട് തിരുശേഷിപ്പ് കൊണ്ടുപോകുന്നത്.